ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നക്ഷത്രങ്ങളാണ് ഈ ഭൂമിയുടെ അടിസ്ഥാനമെന്ന്. അത് നമ്മുടെ ഋഷീശ്വരന്മാരും കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശത്തിൻ്റെ അഗാധതയിൽ 27 നക്ഷത്രങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഋഷികൾ കണ്ടെത്തി. ആ 27 നക്ഷത്രങ്ങളിലെ ആദ്യ നക്ഷത്രമാണ് അശ്വതി. ഇതിനെ ആശ്വിൻ എന്നും പറയുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ അത് സ്റ്റാർ ഓഫ് ആക്ഷൻ ആണ്, സ്റ്റാർ ഓഫ് ഹീലിംഗ് ആണ്, സ്റ്റാർ ഓഫ് ട്രാൻസ്പോർട്ട് ആണ് എന്നൊക്കെ അതിനൊരു വിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ നക്ഷത്രത്തിൻ്റെ ഡയറ്റി, ആ നക്ഷത്രത്തിൻ്റെ രാശിയാധിപൻ, ആ നക്ഷത്രത്തിൻ്റെ മൃഗം, അതിൻ്റെ സിമ്പിൾ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സ്വഭാവങ്ങളൊക്കെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ നക്ഷത്രത്തിൻ്റെ ദേവത, അതായത് അശ്വിനി ദേവതകൾ, അതാണ് ഡയറ്റി, അത് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി. അപ്പോൾ അശ്വിനി ദേവതകളെ പറ്റി നമ്മൾ കുറച്ച് പരാമർശിക്കണം. എല്ലാ കാര്യങ്ങളും പരാമർശിച്ച് ഈ ഒരു വീഡിയോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ തോതിൽ മാത്രം നമുക്ക് സംസാരിക്കാം. അശ്വിനി ദേവതകൾ സൂര്യൻ്റെയും സഞ്ജനയുടെയും മക്കളാണ്. സഞ്ജന എന്ന് പറഞ്ഞാൽ വിശ്വകർമാവിൻ്റെ മകളാണ്. അപ്പോൾ വിശ്വകർമാവിൻ്റെ മകൾ സഞ്ജന സൂര്യനുമായിട്ട് കുറേ കാലം ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു. പക്ഷേ സൂര്യൻ്റെ അതിശക്തമായ താപനില സഹിക്കാനാകാതെ സഞ്ജന ഒരു റിട്ടയർമെൻറ്റ്, കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് വേണമെന്ന് ആഗ്രഹിച്ചു. അത് വിശ്വകർമാവിനോട് സംസാരിക്കുകയും ചെയ്തു. വിശ്വകർമാവ് ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അതിനൊരു സമ്മതം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ജന ഛായ എന്ന ഒരു സ്ത്രീരൂപം ക്ലോൺ ചെയ്തിട്ട് സൂര്യൻ്റെ അടുത്ത് വെച്ച് കാട്ടിലേക്ക് വിശ്രമ ജീവിതം നയിക്കാൻ പോയി. കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു. സൂര്യന് കാര്യം മനസ്സിലായി. സൂര്യൻ്റെ അടുത്ത് ഇപ്പോഴുള്ളത് യഥാർത്ഥ സഞ്ജനയല്ല എന്ന്. ഉടനടി സൂര്യൻ സഞ്ജനയെയും അന്വേഷിച്ച് നാട് ചുറ്റാൻ തുടങ്ങി. ഒടുവിൽ കാട്ടിൽ ഒരു സ്ത്രീ കുതിരയുടെ വേഷത്തിൽ സഞ്ജന ജീവിക്കുന്നത് സൂര്യന് കാണാൻ പറ്റി. സൂര്യനും ഒരു പുരുഷ കുതിരയുടെ വേഷം ധരിച്ച് സഞ്ജനയുമായി ചേർന്നു. കാലം കുറേ അങ്ങനെ പോയി കാട്ടിൽ അവരുടെ ജീവിതം. ആ ജീവിതത്തിൽ, കുതിരകൾ ആയിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായ 2 അത്ഭുത സിദ്ധികളാണ് ഈ അശ്വിനി ദേവതകൾ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർ അതിസുന്ദരന്മാരും വളരെ ശക്തന്മാരും ബുദ്ധിമാന്മാരുമായിരുന്നു. ദേവേന്ദ്രനൊക്കെ അപ്രീതി ഉണ്ടായി ഇവരെ ഈ സ്മാർട്ട്നെസ്സിൽ. വിദ്യാഭ്യാസത്തിന് ആദ്യകാല തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഈ നക്ഷത്രക്കാരെ ഒരു പ്രത്യേക ഒരു അനുഭവമായിട്ട് പറയണം. ആദ്യ വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് സ്വല്പം തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ അശ്വിനി ദേവതകളുടെ കഴിവ്, അവർ ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും എല്ലാം ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ഒരു ഡോക്ടേഴ്സായിരുന്നു. അവർ ഏത് സ്ഥലത്തും എപ്പോഴും വേണമെങ്കിലും അവരുടെ ചികിത്സകൾ നടത്താൻ തയ്യാറായിരുന്നു. അവരുടെ ചികിത്സ അതിശക്തവും അനുകൂല ഗുണങ്ങളും ചെയ്യുന്നതായിരുന്നു.
ഈവൻ ഈ മരണത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവുകൾ ഈ അശ്വിനി ദേവതകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഹീലിംഗ്, ഡോക്ടേഴ്സ് പ്രൊഫഷൻ അതൊക്കെ വളരെ ഉപകരിക്കും. കാരണം ഈ അശ്വിനി ദേവതകളുടെ സ്വാധീനമുള്ളൊരു നക്ഷത്രക്കാരാണ് ഇവർ. കൂടാതെ അശ്വിനി ദേവതകൾ ഗാർഡനിങ്ങിന് വളരെ പ്രശസ്തന്മാരായിരുന്നു. ആദ്യകാല ഗാർഡനിങ്സ് നടത്തിയത്, ഏറ്റവും മനോഹരമായ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നത് അശ്വിനി ദേവതകൾക്കാണ്. ഇപ്പം ഇവിടെ നമ്മുടെ കാര്യത്തിലെടുക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്കും അത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടാകും, താല്പര്യവും ഉണ്ടാകും. മറ്റൊന്ന്, ഇവർ വളരെ സ്വാധീനിക്കുന്നു ഈ ട്രെയിനേഴ്സായിട്ട്. കുതിരകളെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ മറ്റു ജീവികളിലെല്ലാം ട്രെയിനേഴ്സ് ആയാൽ ഇവർ അധികം അതിൽ മുന്നോട്ട് പോകാനും അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. ഇതാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും അതിൻ്റെ ഡയറ്റിയെ പറ്റി പറയുമ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഈ നക്ഷത്രക്കാരുടെ കുതിരയുമായുള്ള ബന്ധമാണ്. അതാണ് ഇവർ സ്വിഫ്റ്റ് ആക്ഷനാണ്. വളരെ ശക്തമായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ഇടപെടാനും അത് സക്സസ്ഫുൾ ആക്കാനും ഇവർക്ക് സാധിക്കും. അവിടെ കുതിരയുമുണ്ട്. ഈ നക്ഷത്രക്കാരുടെ രാശ്യാധിപനുണ്ട്, കുജനാണ്. കുജൻ വളരെ ഊർജ്ജസ്വലതയുള്ള ഒരു ഗ്രഹമല്ലേ. അപ്പോൾ കുജനെയും കൂടി നമ്മൾ നക്ഷത്രത്തിനെ ചേർത്തുകൊണ്ട് കാണണം. അത് ജാതകത്തിൽ നോക്കിയിട്ട് കുജൻ്റെ പൊസിഷൻ നോക്കണം. കുജൻ നല്ല പൊസിഷനിലും കൂടി ആണെങ്കിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളും ഇവർ ചെയ്യുന്ന കർമ്മങ്ങളും ഗുണകരമായിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ കുജന് ദോഷമുള്ള ജാതകമാണെങ്കിൽ ചെയ്യുന്നതിനൊക്കെ ചില അപകട സാധ്യതകളും ഉണ്ടാകും. അത് നമ്മൾ എപ്പോഴും അത് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. നല്ല ആർമിയിൽ ഓഫീസേഴ്സായിട്ടും ആർമി, നേവി, എയർഫോഴ്സ് ഇതിലൊക്കെ ഇവർ ഷൈൻ ചെയ്യാൻ കഴിയുന്ന നക്ഷത്രമാണിത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ട്രീറ്റ്മെൻറ്റ്, അതും ഇവർക്ക് യോജിച്ചതാണ്. പിന്നെ തലയുടെ ഒരു ഭാഗം, കുതിരയുടെ തല, അതാണ് ഇതിൻ്റെ സിമ്പിൾ. അപ്പോൾ തല എപ്പോഴും ശ്രദ്ധിക്കണം. ബുദ്ധി ഉണ്ടെങ്കിലും ഇവർക്ക് ഈ തലവേദന, അത്തരം രോഗങ്ങളൊക്കെ വരും. അതിനുള്ള പ്രീകോഷൻസ് നമ്മൾ എപ്പോഴും എടുത്തിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് നക്ഷത്രങ്ങൾക്ക് പ്രധാനപ്പെട്ട മൃഗം, ഞാൻ ഓൾറെഡി കുതിരയെ പറ്റി പറഞ്ഞു. ഇനി ഇവരുടെ വൃക്ഷം കാഞ്ഞിരമാണ്. കാഞ്ഞിരം ശരിക്ക് നമുക്ക് സ്വീകാര്യമല്ലാത്തൊരു വൃക്ഷ. അതിൻ്റെ മരമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ ഫലങ്ങൾക്കൊക്കെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഈ ബ്ലഡ് സർക്കുലേഷന് വളരെ പ്രയോജനപ്പെട്ട ഒരു മരവും അതിൻ്റെ ഫലവും. അത് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതിൻ്റെ വൃക്ഷത്തിനും ഒരു ചേർച്ചയുണ്ട് ഈ നക്ഷത്രവുമായിട്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ പക്ഷിയാണ്. പുള്ള് ആണെന്നും അരയന്നമാണെന്നും രണ്ട് പക്ഷക്കാരുണ്ട്. ഇതിൽ അരയന്നത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ഒത്തുപോരുന്നത് ഈ നക്ഷത്രക്കാർ. കാരണം അവർ കാഴ്ചയിൽ അതിസുന്ദരന്മാരായിരുന്നു. അതുമാത്രമല്ല, ബുദ്ധിയും. അരയന്നത്തിൻ്റെ പ്രത്യേകത വിവേകം ഉള്ള ഒരു പക്ഷിയാണ്. അത് ശരിയും തെറ്റും കണ്ടെത്താനും ശരിയായത് തീരുമാനമെടുക്കാനും പറ്റിയ ഒരു പക്ഷിയായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ സ്വഭാവം അശ്വതി നക്ഷത്രക്കാർക്കും വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് നക്ഷത്രങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചാൽ, ഒപ്പം തന്നെ ഗ്രഹനിലകളും പ്രാധാന്യമാണ്. കാരണം അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ കേതുവാണ്. കേതുവിനെയും നമ്മൾ
ഇത് ഈ ജാതക പരിശോധനയിലും പ്രവചനത്തിലും വളരെ പ്രധാനമായി തന്നെ ഉപയോഗിക്കണം. കേതുവിൻ്റെ സ്ഥാനം ജാതകത്തിൽ നോക്കണം. അത് പരിഗണിച്ചുകൊണ്ട് കേതുവിനെ എപ്പോഴും പ്രീതിപ്പെടുത്തുക. ഗണപതിയെ പ്രീതിപ്പെടുത്തുക. അതാണ് കേതുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു വഴി. കൂടാതെ ഒരു വിശ്വാസം ഉണ്ട്, ഇവിടെ അത്ര കാര്യമായിട്ട് നമ്മുടെ നാട്ടിലില്ലെങ്കിലും കേതുവിനും രാഹുവിനും ഒക്കെ നായ്ക്കളെ പരിചരിക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇവർ ട്രെയിനേഴ്സ്, ഇങ്ങനെയുള്ള ജീവികളെ ട്രെയിനേഴ്സ് ആയാലും ഇവർക്കത് നക്ഷത്രത്തെ ഫലത്തിലും അല്ലാതെയും ഗുണം ചെയ്യും. കൂടുതൽ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും അവസരം വന്നാൽ വീണ്ടും ഇതിന് കുറച്ചും കൂടി വിശദമായി നമുക്ക് സംസാരിക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഒരു ബീജമന്ത്രം ഋഷീശ്വരന്മാർ പറയുന്നുണ്ട്. കാരണം ഋഷികൾ എപ്പോഴും ഓംകാരത്തിന് വലിയൊരു സ്വാധീനം കൊടുക്കുന്നവരാണ്. അതാണ് പ്രപഞ്ചം എന്നും അതിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഓം ആം എന്ന ഈ ഒരു 2 അക്ഷരത്തിൻ്റെ മന്ത്രം രാവിലെ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് 108 പ്രാവശ്യം ഉരുവിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനിയും കുറേ അധികം പറയാനുണ്ട്, പക്ഷേ സമയം വളരെ ദീർഘിച്ചു പോകും. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും വരുന്ന അവസരത്തിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാം. അടുത്തത് ഭരണി നക്ഷത്രത്തെ കുറിച്ചായിരിക്കും. തൽക്കാലം ഇത്രമാത്രം.